യേശു തന്നെ അനുഗമിച്ചിരുന്ന ജനസഞ്ചയത്തിൽ നിന്ന് 72 പേരെ തിരഞ്ഞെടുത്ത് പോകാനിരുന്ന വിവിധ നാട്ടുമ്പുറങ്ങളിലേക്ക് ഈ 2 പേരായി തനിക്ക് മുമ്പേ അയക്കുന്നതായി സുവിശേഷകനായ വിശുദ്ധ ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാനും ചില നിർദ്ദേശങ്ങൾ അവർക്ക് നൽകിക്കൊണ്ടാണ് അവിടുന്ന് അവരെ യാത്രയാക്കുന്നത്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നതെന്നും കൈവശം മടിശീലയോ സഞ്ചിയോ ചെരുപ്പുകളോ ഉണ്ടാകരുതെന്നും ആവശ്യപ്പെടുന്നു. എന്തുകൊണ്ടാണ് യേശു ചില നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുന്നത്? പൊതുവെ ചെന്നായ്ക്കളുടെ പ്രകൃതം അഹങ്കാരത്തിൻ്റെയും അതിക്രമത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റേതുമാണ്. കുഞ്ഞാടിൻ്റേതാകട്ടെ ശാന്തതയുടെയും ക്ഷമയുടെയും സമാധാനത്തിൻ്റെയുമാണ്. തസ്കരന്മാരുടെയും മുഷ്കരന്മാരുടെയും മുമ്പിൽ പോലും ശാന്ത സ്വഭാവികളായിട്ടായിരിക്കണം യേശു ശിഷ്യന്മാർ പ്രതികരിക്കേണ്ടത്. മാത്രമല്ല, അവരുടെ യാത്രയിലും ദൗത്യ നിർവഹണത്തിലും ദൈവത്തെയല്ലാതെ മറ്റാരെയും ആശ്രയിക്കാൻ പാടില്ല. ദൈവത്തിൻ്റെ രക്ഷയുടെ സുവിശേഷവും സമാധാനവും ശത്രുമിത്രഭേദമിനെ ഏവർക്കും ആശംസിക്കുക എന്നത് മാത്രമായിരിക്കണം അവർ ലക്ഷ്യമായി കാണേണ്ടത്. എന്നാൽ സീറോ മലബാർ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ യേശുവിൻ്റെ പ്രത്യേക കുഞ്ഞാടുകൾ ആകാനുള്ള ദൈവവിളി സ്വീകരിച്ച് വൈദികരായി തീർന്നവർ തങ്ങളുടെ സവിശേഷമായ സ്ഥാനവും ദൗത്യവും പാടെ വിസ്മരിച്ചുകൊണ്ട് ചെന്നായ്ക്കളുടെ ധാർഷ്ട്യം നിറഞ്ഞതും അതിക്രമ സ്വഭാവത്താൽ അഹങ്കാര മനോഭാവത്തോടെ ദുസ്വഭാവത്തിന് അടിമകളായി പ്രതികരിച്ചു വരുന്നതാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. എളവൂർ സെൻറ്റ് ആൻ്റണീസ് പള്ളി വികാരി ഫാദർ ജോൺ പൈനുങ്കൽ അദ്ദേഹം പുറപ്പെടുവിച്ച തിട്ടൂരം കേട്ടാൽ ചത്ത് കിടക്കുന്നവനും എഴുന്നേറ്റ് അടി കൊടുത്തു പോകും. അദ്ദേഹം കൽപ്പിച്ച എന്താണെന്നറിയാമോ? ഏകീകൃത കുർബാന ആവശ്യപ്പെട്ടുകൊണ്ട് പള്ളിക്കെതിരെ കേസിന് പോകുന്നവർക്ക് മേലിൽ കൂദാശകൾ സ്വീകരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തേണ്ടി വരുമത്രേ. ഇത് കൽപ്പിക്കാൻ അദ്ദേഹത്തിന് എന്താണ് അധികാരം? തൃപ്പൂണിത്തുറ ഫെറോന പള്ളിയിലെ പെരുമായനച്ചൻ്റെ തിട്ടൂരം മറ്റൊന്നാണ്. ഔദ്യോഗിക സഭയോട് ചേർന്ന് നിന്നതുകൊണ്ട് ഏകീകൃത കുർബാന തങ്ങൾക്ക് അവകാശമായി അനുവദിച്ച് കിട്ടാൻ വേണ്ടി കോടതി കയറിയിറങ്ങുന്നവരെ ഇടവക കൂട്ടായ്മയിൽ നിന്ന് പുറത്താക്കുമെന്നാണ്. ഈ ഭീഷണി മുഴക്കാൻ അദ്ദേഹത്തിന് ആരാണ് ഇത്ര ധൈര്യം കൊടുത്തത്? തൈക്കാട്ടുശ്ശേരി സെൻറ്റ് ആൻ്റണീസ് പള്ളി വികാരി ഫാദർ വർഗീസ് പൈനുങ്കലാകട്ടെ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നിഷ്ടം പോലെ പാരിഷ് കൗൺസിൽ അംഗങ്ങളെയും മറ്റും തിരഞ്ഞെടുക്കപ്പെടുമെന്നാണ് ഭീഷണി മുഴക്കിയത്. ആനപ്പാറ ഫാത്തിമ മാതാ പള്ളി വികാരി ഫാദർ ബേസിൽ പുഞ്ചുപുതുശ്ശേരി അദ്ദേഹം തൻ്റെ നേതൃത്വത്തിൽ പുതുതായി പണി കഴിപ്പിച്ച ദേവാലയം മെത്രാന്മാരെയും ആരെയും പങ്കെടുപ്പിക്കാതെ അതിരൂപതയിലെ 400ഓളം അച്ഛന്മാരുടെ പടുകൂറ്റൻ പാട്ടുകുർബാനയുടെ അകമ്പടിയോടെ താൻ തന്നെ വെഞ്ചരിപ്പിക്കുമെന്ന് വീമ്പിളക്കി നിൽക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെങ്ങും സർവത്ര അരാജകത്വം മാത്രം. ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന മട്ടിലാണ് വിമത വൈദികർ ഉറഞ്ഞു തുള്ളുന്നത്. കൈക്കാരന്മാരും പാരിഷ് കൗൺസിൽ അംഗങ്ങളും ഫാമിലി യൂണിറ്റ് ഭാരവാഹികൾ എല്ലാവരും ഞങ്ങളുടെ അടിമകളും ഏറാൻമൂളികളും മാത്രമാണെന്നാണ് ഈ വിമത വൈദികരുടെ ആക്രോശം. ഇടവകകളിലെയും സ്ഥാപനങ്ങളിലെയും സന്യാസികളാവട്ടെ സ്വത്വബോധവും സ്വാതന്ത്ര്യ ബോധവുമില്ലാതെ തങ്ങളുടെ ആജ്ഞാനുവർത്തികളായ വെറും പിണ്ണാക്കുകൾ മാത്രം. പറയാതിരിക്കാൻ വയ്യ. എന്താ പോരെ? ചുരുക്കത്തിൽ വിമത വൈദികരും അവരെ അന്ധമായി അനുധാവനം ചെയ്യുന്ന സന്യാസിനികളും ക്രിസ്തുവേഷം കെട്ടിയ വെറും ചെന്നായ്ക്കളാണെന്ന് കാലം കൊണ്ടും കോലം കൊണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് അവസാനിപ്പിച്ചുകൂടെ? നിങ്ങൾ വിമതരെന്ന് ചാപ്പകുത്തി എത്ര നാൾ സഭാ നേതൃത്വത്തിനോട് പൊരുതി നിൽക്കാനാകും? ഇതാണോ ക്രൈസ്തവ ദർശനം? നിങ്ങളുടെ ഈ ക്രൈസ്തവ വിരുദ്ധ പ്രവർത്തനം അതുകൊണ്ട് മറ്റുള്ള സഭകൾക്ക് പോലും പൊതുസമൂഹത്തിൽ അവജ്ഞ നേരിടുന്നു. രാഷ്ട്രീയ പാർട്ടികളിലെ തൊഴിലാളികളെ പോലെ വൈദികർ മുദ്രാവാക്യം വിളിച്ച് തെരുവീതികളിലൂടെ പ്രകടനം നടത്തുന്നു. ഇതെന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്? ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? പറഞ്ഞുവെന്ന് മാത്രം. കഷ്ടം തോന്നുന്നു.